ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CTU ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലാണ് ധർണ സംഘടിപ്പിച്ചത്. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും ധർണയും CTU ജില്ലാ സെക്രട്ടറി KS മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വിലക്കയറ്റം പിൻവലിക്കുക, അധിക നികുതി കുറയ്ക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, മോട്ടോർ വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ കോൺഫെഡറേഷൻ ഓഫ് കേരള CTU ജില്ലാ കമ്മിറ്റിയാണ് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CTU ജില്ലാ സെക്രട്ടറി KS മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിട്ടും വർദ്ധിപ്പിച്ച ഇന്ധന വില കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അങ്ങനെ വില കൂട്ടേണ്ടതായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടാണല്ല. അപ്പം ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കുന്നത് കമ്പനികളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റ് വലിയൊരു വരുമാനമുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് നികുതി വർദ്ധനവുണ്ടാകും, തീരുവ വർദ്ധിപ്പിക്കും. പല രൂപത്തിലാണ് കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനം വരുന്നത് എണ്ണയുടെ മേൽ. അതെല്ലാം അവരടിക്കടി വർദ്ധിപ്പിക്കുമ്പോൾ വലിയ തോതിലുള്ള വരുമാനം ഈ രംഗത്തുണ്ടാക്കുകയാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കും, അത് നാട്ടിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാണോ നമുക്ക് വിഷയമല്ല. സാധാരണ ജനങ്ങളുടെ പ്രശ്നമല്ലല്ലോ. അവരെ സംബന്ധിച്ച് അവർ വർഗീയത പ്രചരിപ്പിച്ച് അധികാരത്തിൽ വന്നിട്ടുള്ളവരും വർഗീയത ആളിക്കത്തിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നവരുമാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്, അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടി. അവരെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നം അവർക്ക് പ്രശ്നമല്ല. ജനങ്ങൾ എങ്ങനെയെല്ലാം കിടന്ന് അറിയിച്ചാലും അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമായിട്ട് അവർ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ തുടർച്ചയായി വില കുത്തനെ വർദ്ധിപ്പിച്ച് ജനത്തെ ദ്രോഹിക്കുകയാണ്. രാജ്യത്തെ മോട്ടോർ വ്യവസായം വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. കോടിക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ വ്യവസായത്തെ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കാനും മോദി സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ധർണയ്ക്ക് മുന്നോടിയായി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാർച്ച് നടന്നു. ഉപരോധ സമരത്തിന്റെ ഭാഗമായി ചേരുവാൻ മുഴുവൻ ഓട്ടോ ടാക്സി തൊഴിലാളി സുഹൃത്തുക്കളെയും പോസ്റ്റ് ഓഫീസ് പടിക്കലേക്ക് അഭിവാദ്യപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് പിൻവലിക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, കേന്ദ്ര ട്രാൻസ്പോർട്ട് നിയമം. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി KJ ദേവസ്യ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KK കളേശൻ, MC ബിജു, KV ജോഷി, KR സോദരൻ, CR മുരളി, ലക്ഷ്മണൻ, KS സജീവ്, സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.